ആകെ കിട്ടുന്ന ഒഴിവ് ദിവസമാണ് ശനിയാഴ്ച. ആ ഒരു ദിവസം ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് നടക്കാനായിട്ട് പോകും. പുറത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തണുപ്പ് നമ്മൾ അറിയേയില്ല. ഒരു 2 മണിക്കൂറോളം നമ്മൾ പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി തിരിച്ച് റൂമിലോട്ട് പോകാൻ നേരത്താ ദേ ഒരു കാറ് വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നത്. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. ഞാൻ അവിടെ റോഡ് സൈഡിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാര്യം പറയാനായിട്ടായിരിക്കും പോയ കാറ് തിരിച്ച് റിവേഴ്സിൽ വന്നതെന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ 4 പേർക്കൊരു ജോലിയുണ്ട്, അരമണിക്കൂറത്തെ ജോലിയേ ഉള്ളൂ, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു. അതും അരമണിക്കൂറത്തെ ഒരു ജോലിയല്ലേ, എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി വണ്ടിയിലോട്ട് ചാടിക്കയറി. അർമേനിയയിൽ ഇങ്ങനെയാണ്. നമ്മൾ ഈ ഫാക്ടറികളിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതിനേക്കാൾ ഇരട്ടി നമുക്ക് ഇതുപോലുള്ള അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറുള്ള ജോലികളിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജോലികൾ എപ്പോൾ വന്നാലും ഞാനൊന്നും മടി പിടിച്ചിരിക്കില്ല, എന്തായാലും ഞാൻ ജോലിക്ക് പോകും. സത്യം പറഞ്ഞാൽ ഈ കൊണ്ടുപോകുന്ന ആൾ ജോലി എന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അരമണിക്കൂറുള്ള കുറച്ച് ജോലികളെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ജോലികളൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പേടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. കാര്യം റോഡിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയല്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ആൾ സ്വയം ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ നമുക്ക് ആ പേടിയൊക്കെ ഒന്ന് മാറി. അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റ രീതിയെ കണ്ടിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം വണ്ടി ഓടിക്കുന്ന സ്പീഡൊക്കെ അങ്ങനെ ആയിരുന്നു. ഓരോ ടേണിംഗ് ഒക്കെ എടുക്കുമ്പോഴും ആൾ നല്ലൊരു പ്രത്യേക രീതിക്കായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. മദ്യത്തിന് പിന്നെ ഒരു കുറവില്ലാത്ത നാടാണ് അർമേനിയ. അതുകൊണ്ട് എൻ്റെ ഊഹ ശരിയായിരിക്കും. അങ്ങനെ ഓടി ഓടി ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു 10-12 നിലയുള്ളൊരു വലിയൊരു ബിൽഡിങ്ങാണ്. ബിൽഡിങ് കണ്ടപ്പോഴേ തോന്നി എന്തെങ്കിലും സാധനം ഒന്നുകിൽ മുകളിൽ എത്തിക്കണം അല്ലെങ്കിൽ താഴെ എത്തിക്കണം, ഇതായിരിക്കും ചിലപ്പോൾ ജോലി. എന്തായാലും നമ്മൾ നടന്ന് 6ാമത്തെ നിലയിലെത്തി കേട്ടോ. ഇത് 6ാമത്തെ നിലയാണ്. ജോലി എന്താണെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. ഇത് ഈ കാണുന്ന സാധനം കണ്ടോ, ഈ മൂടിയിട്ടേക്കുന്ന സാധനം, ഇതിനകത്ത് 2 സോഫയും 2 ചെയറും ഉണ്ട്. ഇതാ ഈ കാണുന്ന ചെയർ, ഇത് നേരെ നമ്മൾ താഴെ എത്തിക്കുക, താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിക്കുക. ഇതാണ് നമ്മുടെ ജോലി. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ 2 പേർക്ക് പോകാൻ പറ്റുന്ന ചെറിയ ലിഫ്റ്റ് ആട്ടോ. നമ്മൾ ഈ സ്റ്റെയർ വഴി തന്നെ ഇറങ്ങണം. എന്തായാലും നമ്മൾ വന്നുടനെ തന്നെ ജോലി തുടങ്ങി. നമ്മൾ സാലറി ഒന്നും പറഞ്ഞിട്ടില്ല, എത്ര വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തായാലും ജോലി തുടങ്ങി. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇവിടെ താഴെ എത്തിച്ചിട്ടുണ്ട്. ഇനി ആളെ വിളിക്കുവാണ്. ഇത് ഇവിടുന്ന് ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകാനുള്ളത്, ആൾ താഴെ എത്തിക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. സത്യം പറഞ്ഞാൽ ഒരു വെയിറ്റും ഇല്ല കേട്ടോ. ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാം. ഈ കാണുന്ന ചെയർ നമ്മളെ കൊണ്ടുവന്ന ആളെ വിളിക്കുക കേട്ടോ. ആൾ മുകളിൽ നിൽക്കുവാണ്. ഇത് എവിടെയാണ് കൊണ്ട് വെക്കാനുള്ളതെന്ന് വിളിച്ച് ചോദിക്കുകയാണ്. എന്തായാലും ആൾ കോൾ എടുത്തിട്ടുണ്ട്. ഇത് കൊണ്ട് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലിയ ബിൽഡിംഗ് കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റൂമുണ്ട്. ആ റൂമിലാണ് നമ്മൾ കൊണ്ടുവയ്ക്കുക. ആൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഷെഡാണത്. ഇനി അടുത്ത സാധനം എടുക്കാനായിട്ട് തിരിച്ചു പോവാണ്. ലിഫ്റ്റിൽ മുകളിലെത്താമെന്ന് വെച്ചാൽ ലിഫ്റ്റ് വർക്കിംഗ് എല്ലാം തോന്നുന്നു. അങ്ങനെ സ്റ്റെയർ കയറി തന്നെ മുകളിലോട്ട് ചെല്ലുവാണ്. ഒരു വലിയൊരു സോഫയാണ് കേട്ടോ ഇനി കൊണ്ടുവരാനുള്ളത്. അങ്ങനെ നമ്മൾ ഓടി വേഗം തന്നെ മുകളിലേക്ക് കയറുമ്പോൾ ബാക്കി 2 പേര് അത് പാതി വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ അവസാനത്തെ സാധനം ദേ ചുമന്നുകൊണ്ട് പോവുകയാണ്. ചുവന്ന് നേരെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. എത്ര സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവച്ചതെന്ന് ഞാൻ ദേ കാണിച്ചു തരാം. ദേ ഈ കാണുന്നതാണ് മുകളിൽ നിന്ന് നമ്മൾ ചുവന്നെത്തിച്ച സാധനങ്ങൾ. ദേ ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് തന്നെ എല്ലാം കൊണ്ടുവച്ചു. ഇനി കുറച്ച് വെള്ളവും കുടിച്ചിട്ട് ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അദ്ദേഹം വന്നിട്ട് നമ്മളോട് ചോദിച്ചു എത്രയാണ് നമ്മുടെ കൂലിയെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു 10,000 ഡ്രംസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പറ്റില്ല, അത്രയും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് തന്നെ വളരെ കൂടുതലാണ് നമുക്കറിയാം. എന്തായാലും നമ്മളങ്ങനെ ചോദിച്ചതാണ്. പക്ഷേ 8,000 ചോദിച്ചു. 10,000 തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ 8,000 ചോദിച്ചു. 8,000 ചോദിച്ചപ്പോൾ അയാൾ ഓക്കെ പറഞ്ഞു. ഓക്കെ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരല്ലേ, ഒരാൾക്ക് 2,000 ഡ്രംസ് വെച്ച് കിട്ടി. സത്യം പറഞ്ഞാൽ അരമണിക്കൂർ നമ്മൾ തികച്ചെടുത്തിട്ടില്ല, ഒരു 25 മിനിറ്റ് അത്രയൊക്കെ വരുന്നുള്ളൂ. അർമേനിയയിലുള്ളവരോടും ഇനി വരാനിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികൾ കിട്ടുമ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാതെ എങ്ങനെയെങ്കിലും പോകാൻ നോക്കുക. എന്തായാലും ഒരാളെ മാത്രമായിട്ട് വിളിക്കില്ല, ഒന്നുകിൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് 4 പേര് ഇങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും തളർച്ച വരില്ല. നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, ഉയർന്ന ശമ്പളം ലഭിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അർമേനിയയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കൂടുതൽ അറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.